8 ബസ്സിൽ കയറി ഇറങ്ങിയൊരു ദിവസം കേട്ടോ ഇന്ന്. നമ്മളെ അമ്മമ്മയില്ലേ ജാനകിക്കുട്ടി, അമ്മമ്മ MMC ഹോസ്പിറ്റലാണ് ഉള്ളത്. അപ്പോൾ രാവിലെ തന്നെ അങ്ങോട്ടേക്ക് പോയതാണ്. 3 മണിയാകുമ്പോഴത്തേക്കും ബാങ്കിൽ എത്തേണ്ടതുകൊണ്ട് നമുക്ക് ഉച്ചയ്ക്ക് ഇങ്ങ് തിരിച്ച് പോരാൻ വേണം കേട്ടോ. ഇന്നലെ സുഖമില്ലായിട്ട് കൊണ്ടുപോയതാണ് അമ്മമ്മേനെ ICUവിൽ അതിനുള്ളേ. അപ്പം സങ്കടത്തോടൊക്കെ പോയി പാവ അമ്മമ്മ ICUവിലുള്ളതെന്നൊക്കെ വിചാരിച്ച്. പക്ഷെ അവിടെ എത്തി നോക്കുമ്പോഴേക്കോ അമ്മമ്മ വെത്തിലേക്കോ അടക്കൊക്കെ അവിടുന്ന് കച്ചറുണ്ടാക്കുന്നു. ഇപ്പം വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ, നാളെ റൂമിലേക്ക് മാറ്റുമെന്നാണ് പറഞ്ഞത്. മൂപ്പർക്ക് മരുന്നും ചോറും കഞ്ഞിയൊന്നും അല്ല വേണ്ടേ, വെത്തിലി അടക്കി. ഒരു വെത്തിലി അടക്കിയും കൊണ്ടെത്താൻ പറഞ്ഞാൽ ഇങ്ങനെ കരഞ്ഞോണ്ടിക്കുക. ഡോക്ടർ ചീത്ത അറിയെന്നൊക്കെ പറഞ്ഞാലോ, പുകയിൽ നിന്നാലാ പറയും വെത്തിലി അടക്കി നിന്നാൽ ഒരു പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞ് മൂപ്പർ ഇങ്ങോട്ട് ക്ലാസ് എടുത്ത് തരും കേട്ടോ. 1:30 എങ്ങനെ ആയാലും ഞാൻ നാളെ വെത്തിലി അടക്കിയും കൊണ്ട് തരാമെന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയേ. 3 മണിയാകുമ്പോഴത്തേക്ക് തിരിച്ച് ബാങ്കിലെത്തണമല്ലോ വടകര. വടകര എത്തി അവിടെ നിന്ന് എല്ലാ ഷോപ്പിൽ നിന്ന് കളക്ഷനൊക്കെ എടുത്ത് അടച്ചിട്ടോ. ഒറ്റ ഷോപ്പാർക്ക് എന്നെ മനസ്സിലാക്കില്ലേ. ഒന്നാമത് ഞാൻ എൻ്റെ യൂണിഫോമിലല്ലാലല്ലേ, കളർ ഡ്രസ്സിലല്ലേ. എന്തിന് വെറുതെ ഷോപ്പിലുള്ളവരെ പറഞ്ഞ് എൻ്റെ ബാങ്കിലുള്ളവർക്ക് പോലും എന്നെ തിരിഞ്ഞിക്കില്ല ആദ്യം. രാവിലെ മുതൽ ബസ്സിൽ കയറി ഇറങ്ങിനെ കൊണ്ട് നല്ല തലവേദനയും നല്ല ക്ഷീണമൊക്കെ ഉണ്ട് കേട്ടോ. 8 ബസ് കയറി ഇറങ്ങിയതാട്ടോ ഇന്ന്. ക്ഷീണൻ്റെ മൊത്തം വന്നില്ലേ, അത് നമ്മൾ ഈ പപ്സും ചായയിലും തീർക്കുക. സൗമ്യം 8 ബസ് കയറി വന്നതാണ്, അതുകൊണ്ട് ഇന്ന് ഭക്ഷണം കണ്ടിട്ടില്ല. ആടെ നിന്നൊരു ബനാന പപ്സും ഒരു കേക്കും ചായയൊക്കെ കുടിക്കുമ്പോഴേക്ക് നമ്മളെ ക്ഷീണമൊക്കെ മാറി ഉഷാറായേ. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് കിട്ടും. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസമില്ലേ അതിങ്ങനെയൊക്കെ അങ്ങ് പോയി.